ജോസ് കെ മാണി നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയുടെ ജില്ലയിലെ പര്യടനം വിജയിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കിയതായി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് പറഞ്ഞു. കോതമംഗലത്താണ് ജില്ലയിലെ ആദ്യത്തെ സ്വീകരണം നൽകുന്നത്. LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും വിശദീകരിക്കുന്നതിനായാണ് വികസന മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ് മധ്യമേഖലാ ജാഥ നയിക്കുന്നത്. ജാഥയ്ക്ക് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം ഒരുക്കുമെന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് പറഞ്ഞു. ജില്ലയിലെ ആദ്യത്തെ സ്വീകരണം കോതമംഗലത്താണ്. മധ്യമേഖലയിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ള സ്വാധീനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് LDF 3 മേഖലകളായിട്ട് ഈ ജാഥ വിഭജിച്ച് മധ്യമേഖലയിൽ ജോസ് കെ മാണി നയിക്കുന്നത്. LDFൻ്റെ വികസന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഈ 10 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ചെയ്തത് സാധാരണ ജനങ്ങൾക്ക്, മറ്റുള്ള ജനവിഭാഗങ്ങൾക്ക്, ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് കന്യാസ്ത്രീമാർക്ക് റേഷൻ കാർഡ് ഉണ്ടായിരുന്നില്ല. ആ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ, പാർട്ടി ചെയർമാൻ അത് അവതരിപ്പിച്ചപ്പോൾ തന്നെ അവർക്ക് റേഷൻ കാർഡ് ഉടൻ തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്തു. ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഇത് മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ ഹാങ്ങിങ് ഫെൻസിങ് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോതമംഗലത്തെ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ നിയോജകമണ്ഡലം നേതൃയോഗം വിലയിരുത്തി. പ്രസിഡന്റ് NC ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. സണ്ണി പുതുശ്ശേരി, ജോർജ് പുൽപ്പറമ്പിൽ, തോമസ് വട്ടപ്പാറ, VS ജോർജ്, VC മാത്തച്ചൻ, ഷാജി മാത്യു, ബിനോയ് പള്ളത്ത്, MM ജോസഫ്, ഷാജി കുര്യൻ, ഷാജി വർക്കി, സജി വാരപ്പെട്ടി, ഗണേശൻ നെല്ലിക്കുഴി, രാജൻ കീരമ്പാറ, PV ഇമ്മാനുവൽ, അഡ്വക്കേറ്റ് ജോസ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.